ഇവിടെ നോക്ക് നമുക്കൊരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നത്. AB ലിമിറ്റഡിൻ്റെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെറ്റ് റവന്യൂ, അതായത് നെറ്റ് സെയിൽസിന് തന്നെയാണ് നെറ്റ് റവന്യൂ എന്ന് പറയുന്നത്. എത്രയാണ്? 2 lakh. അതേപോലെ ലെസ് എക്സ്പെൻസസ്, അതായത് ടോട്ടൽ എക്സ്പെൻസസിനെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ലെസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഇവിടെ ഈ എക്സ്പെൻസസ് സൂചിപ്പിക്കുന്നത് ടോട്ടൽ എക്സ്പെൻസസിനെയാണ് കേട്ടോ. ടോട്ടൽ എക്സ്പെൻസസ്, അതായത് ടോട്ടൽ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മളിവിടെ ഈ എക്സ്പെൻസസ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ ഫിക്സഡ് എക്സ്പെൻസസ് 1 lakh ആണ് വരുന്നത്. ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റിനെയാണ് ഇവിടെ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂടിയതാണ് എത്ര? 2,20,000. അപ്പം ടോട്ടൽ എക്സ്പെൻസസിൽ ഫിക്സഡ് എക്സ്പെൻസസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പം ടോട്ടൽ എക്സ്പെൻസസിൽ ഫിക്സഡ് എക്സ്പെൻസസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ആ കൂട്ടത്തിൽ വേറെ ഒന്നും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് വേരിയബിളിൻ്റെയും ടോട്ടലിൻ്റെയും കൂടെ രണ്ടും കൂടെ ഉള്ള ടോട്ടലാണ് 2,20,000 കേട്ടോ. അപ്പം ഇതിന്ന് എന്താ, ഈ എക്സ്പെൻസസ് കുറച്ചപ്പോൾ നമുക്ക് നെറ്റ് ലോസ് ആണ് കിട്ടിയത്. എത്രയാണ്? 20,000 ആണ് നമുക്കിവിടെ നെറ്റ് ലോസ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? മാനേജർ ബിലീവ്സ് ദാറ്റ് ആൻ ഇൻക്രീസ് ഓഫ് 50,000 ഇൻ അഡ്വർടൈസിംഗ് ഔട്ട്ലെറ്റ്സ് വിൽ ഇൻക്രീസ് ദ സെയിൽസ് സബ്സ്റ്റൻഷ്യലി. ഹിസ് പ്ലാൻ ആസ് ടു ഇംപ്രൂവ് അപ്രൂവ്ഡ് ബൈ ദ ബോർഡ് ചെയർമാൻ ഓഫ് ദ ബോർഡ്. ഇയാൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു 50,000 അഡ്വർടൈസ്മെൻറ്റിന് മുടക്കുകയാണെങ്കിൽ നമ്മളെ സെയിൽസ് കൂടുന്നാണ് വിചാരിക്കുന്നത്. അപ്പം ആ 50,000 അഡ്വർടൈസ്മെൻറ്റ് മുടക്കുന്ന ആ 50,000 എന്ത് തന്നെയാണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. പക്ഷെ നമ്മളെ നേരത്തെ ഇതിൽ വരില്ല, അതിന് പുറമേ ഉള്ള നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വരില്ല, അതിന് പുറമേ ഉള്ള ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ? അറ്റ് വാട്ട് സെയിൽസ് റവന്യൂ വിൽ ദ കമ്പനീസ് ബ്രേക്ക് ഇവൺ. അപ്പോൾ BP സെയിൽസ് ആണ് ഇവിടെ ഫസ്റ്റ് ചോദിച്ചത്. പിന്നെ എന്താണ്? അറ്റ് വാട്ട് സെയിൽസ് വോളിയം വിൽ റിസൾട്ട് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് RS എത്രയാണ്? 10,000. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 10,000 കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് വോളിയം വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് രണ്ടുമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ BP ആണല്ലേ കാണാൻ പറഞ്ഞത്. സെയിൽസ് റവന്യൂ അറ്റ് വാട്ട് സെയിൽസ് റവന്യൂ വിൽ ദ കമ്പനി ബ്രേക്ക് ഇവൻ ചോദിച്ചാൽ BP എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാനുള്ള BP സെയിൽസ് ആണ് കേട്ടോ. അപ്പം BP സെയിൽസ് എന്ന് എഴുതുക. BP സെയിൽസ് ആണ് നമുക്ക് ഫസ്റ്റ് കാണാനുള്ളത്. അപ്പോൾ BP സെയിൽസ് നമ്മൾ ഹെഡിങ് എഴുതുക. അപ്പോൾ BP സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? BEP സെയിൽസ് ഈക്വൽ ടു എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ് അല്ലേ. നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ആണ് BP സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കതിൽ ഫിക്സഡ് കോസ്റ്റ് കാണണം. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഏതൊക്കെയാണുള്ളത് നോക്കുക. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? അഡ്വർടൈസിംഗ് എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് സെയിൽസ് മാനേജർ ബിലീവ്സ് ദാറ്റ് ആൻ ഇൻക്രീസ് ഓഫ് $50,000 ഇൻ അഡ്വർടൈസിംഗ് ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഡ്വർടൈസിങ് ഔട്ട്ലെറ്റ്സ് നമ്മൾ എന്താക്കിയിട്ട് എടുക്കുക? ഫിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഫിക്സഡ് കോസ്റ്റ് അതാണ്. പിന്നെ നമ്മൾ നോക്ക്, ലെസ് ടോട്ടൽ എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഫിക്സഡ് എക്സ്പെൻസ് എന്ത് തന്നെയാണ്? ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ്. അപ്പം ആ 1 lakh ഫിക്സഡ് എക്സ്പെൻസ് ആണ്. ഏത് ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഫിക്സഡ് എക്സ്പെൻസ് എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് ഫിക്സഡ് എക്സ്പെൻസസ് എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. അതാണ് ഈ 1 lakh പ്ലസ് നമ്മൾ പിന്നെ എന്താ ഉള്ളത്? പിന്നെ അഡ്വർടൈസിങ് ഔട്ട്ലെറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതും എന്ത് തന്നെയാണ്? ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ 50,000 അപ്പം അഡ്വർടൈസിങ് ഔട്ട്ലെറ്റ്സ് ആണിത്. അഡ്വർടൈസിങ് ഔട്ട്ലെറ്റ്സിന് നിങ്ങൾ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചാൽ മതി. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ഫിക്സഡ് എക്സ്പെൻസ് ഫിക്സഡ് കോസ്റ്റിന്. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റിൻ്റെ ടോട്ടൽ കിട്ടും. എത്രയാണ്? 1,50,000 അല്ലേ. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റിൻ്റെ ടോട്ടൽ കിട്ടിയ എത്രയാണ്? 1,50,000 ആണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി PV റേഷ്യോ കാണണം. അപ്പോൾ PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? PV റേഷ്യോ ഈക്വൽ ടു എന്താണ്? കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് നമുക്ക് PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് നമ്മളെങ്ങനെ കാണുക? നമുക്ക് സെയിൽസ് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എന്താണ് സെയിൽസ്? എന്താണ്? നെറ്റ് റവന്യൂവിനാണ് നമ്മളിവിടെ സെയിൽസ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് നമ്മളെങ്ങനെ കാണുക? വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റിനെയാണ് നമ്മളിവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക.
അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ടോട്ടൽ എക്സ്പെൻസസ് എന്നാണ് തന്നത്. അപ്പോൾ ആ ടോട്ടൽ എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, ടോട്ടൽ കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസസിനെയാണ് നമ്മളിവിടെ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് എത്രയാണ്, ഇവിടെ എത്ര തന്നത്, മൊത്തം എക്സ്പെൻസസ് എത്രയാണ്, 2,20,000 ആണ് മൊത്തം എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഏതായിരിക്കും എടുക്കുക, ആ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നില്ല, അതിനെ മാത്രമാണ് എടുക്കുക. അതായത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നതിന് മാത്രം, സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുള്ളതിന് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് എത്രയാണ്, അതിനുള്ളിൽ തന്നത് എത്രയാണ്, 1 lakh ആണ്. അപ്പോൾ അത് മാത്രമേ നമ്മളിവിടെ വേരിയബിൾ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എടുക്കുള്ളൂ, കാരണം പുറത്തുള്ള നമ്മൾ എടുക്കില്ല. കാരണം ആ തന്ന ടോട്ടൽ എക്സ്പെൻസസിൽ നിന്ന് ആ തന്ന ഫിക്സഡ് കോസ്റ്റ് കുറച്ചിട്ടാണ് നമ്മളിവിടെ വേരിയബിൾ കോസ്റ്റ് കാണുന്നത്. അപ്പോൾ എങ്ങനെ വരിക, അപ്പോൾ 2,20,000 മൈനസ് എത്രയാണ്, 1 lakh ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, നമുക്ക് 1,20,000 കിട്ടും അല്ലേ, 1,20,000 കിട്ടും. പിന്നെ നമുക്ക് എന്താണ് നെക്സ്റ്റ് കാണാനുള്ളത്, എന്താണ് കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് അതേപോലെ തന്നെ സെയിൽസും നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് കാണാം, കോൺട്രിബ്യൂഷൻ കാണാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് എത്രയാണ്, സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അറിയെങ്കിൽ ഇവിടെ എഴുതി വെക്കാം, സെയിൽസ് ഈക്വൽ ടു സെയിൽസ് നമ്മളിവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നെറ്റ് റവന്യൂവിനെയാണ് നമ്മളിവിടെ സെയിൽസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നെറ്റ് റവന്യൂവിനെയാണ് നമ്മളിവിടെ സെയിൽസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കതെല്ലാം കിട്ടി. നമ്മളിപ്പോൾ എന്താണ് എഴുതി വെക്കുന്നത്, കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാം. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ സെയിൽസ് നെറ്റ് റവന്യൂ ആണ്. അപ്പോൾ നെറ്റ് റവന്യൂ എത്ര ഇവിടെ ക്വസ്റ്റിൽ കാണുന്നത്, 2 lakh ആണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് റവന്യൂ ആയിട്ടുള്ള 2 lakh മൈനസ് എത്രയാണ്, 1,20,000 ചെയ്യുക. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും എത്രയാണ്, 80,000 ആണ് നമുക്ക് കോൺട്രിബ്യൂഷനായിട്ട് കിട്ടിയത്. ഇനി നമുക്ക് എന്താ കാണാനുള്ളത്, ഇനി നമുക്കിത് പി വി റേഷ്യോയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ പി വി റേഷ്യോ ഈക്വൽ ടു എന്തെയ്യുന്നു, കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാണ്, 80,000 ആണ്. 80,000 ബൈ സെയിൽസ് എത്രയായിരുന്നു, 2 lakh ആയിരുന്നു സെയിൽസ്. അപ്പോൾ 2 lakh ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 40% കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക് ബി പി സെയിൽസിൻ്റെ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് ബി പിൻ്റെ ഇക്വേഷൻ, ബി പി സെയിൽസ് ഈക്വൽ ടു എന്താണ്, ഫിക്സഡ് കോസ്റ്റ് മൈനസ് പി വി റേഷ്യോ അല്ലേ, ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1,50,000 നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് എടുക്കുക. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 40%. അപ്പോൾ ബി പി സെയിൽസ് നമുക്ക് എത്ര കിട്ടി, 3,75,000 കിട്ടിയില്ലേ. മൊത്തം നമുക്ക് അത്രയും കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് കാണണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചതൊക്കെ നമ്മൾ കണ്ടു കഴിയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നോക്കി, വാട്ട് sales volume will result in a net profit of ₹10,000 എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അല്ല നമുക്ക് കാണേണ്ടത്, നമുക്ക് എത്ര സെയിൽസ് വോളിയം, എത്ര സെയിലാണ് നമുക്ക് ചെയ്യേണ്ടത്, എത്ര സെയിൽസ് വോളിയമാണ് നമുക്ക് 10,000 നെറ്റ് പ്രോഫിറ്റ് കിട്ടുക എന്നാണ് നമ്മളോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ചോദിച്ചത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, നമുക്ക് 10,000 ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നമുക്കിവിടെ തന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്, നമുക്കിവിടെ സെയിൽസ് ആണല്ലേ കണ്ടുപിടിക്കാനുള്ളത്. സെയിൽസ് വോളിയം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, സെയിൽസ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ അല്ലേ. ഡിസൈഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ, ഡിസൈഡ് പ്രോഫിറ്റ് തന്നിട്ട് എത്ര സെയിൽസ് വേണമെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റ് എത്രയും 1,50,000 പ്ലസ് പ്രോഫിറ്റ് 1 lakh അല്ല, പ്രോഫിറ്റ് 10,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 40%. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 4 lakh കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിച്ച രണ്ട് എ ഡി ബിൻ്റെ ആൻസർ നമ്മൾ എഴുതിയിട്ടോ.